ഇവരെല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയൂ ഗൈസ്, നമുക്ക് ചെറിയൊരു ഫൈൻ കിട്ടി. സൺ റൂഫിൽ കയറിയതിന് നമുക്ക് ഫൈൻ കിട്ടി. തൂങ്ങി തൂങ്ങി പോകുന്നു. Very, very nice. How is your experience? Very bad. Hello guys, welcome back to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി വീണ്ടും കുട്ടി പട്ടാളങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എവിടെ പോണേണ്? അതിരപ്പള്ളി പോണേണ്. വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ ഒരു 1 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ആ ചേച്ചിമാരൊക്കെ ഉണ്ട്, ചേച്ചിമാരൊക്കെ വേറെ വണ്ടിയിലാണ് പോണത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവരുമായിട്ട് കാണാം. ഓക്കെ, കാടും മലകളൊക്കെ കണ്ടപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരും ഫോട്ടോ എടുക്കാനായിട്ട് വഴിവെക്കിൽ വണ്ടി നിർത്തി. അത് കണ്ട് ഞങ്ങളും വണ്ടി നിർത്തി കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 3 കാറിലാണ് വന്നത്. അപ്പം ഇവിടെ വെച്ചാണ് എല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്തത്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അതിരപ്പള്ളിയിലോട്ട് തിരിച്ചു. പിടിച്ചിക്കണെന്ന് പെട്ടെന്ന് ബ്രേക്ക് കുടിക്കുമ്പോ ഫ്രണ്ടിക്ക് വീഴരുത്. പിടിച്ചെന്നോളൂ എപ്പോഴും. കേട്ടാ എപ്പോഴും പിടിച്ചിക്കണെന്ന്. ഇറങ്ങിക്ക്. ടൈറ്റാനിക് ആണ്. മുട്ടുത്തിക്കല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ഗായ്സ്, നമ്മൾ അങ്ങനെ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടാ. വേണ്ട, വണ്ടിയുടെ ക്യൂ ആണ്. എന്ന് പിന്നെ സൺഡേ ആണ്, അപ്പൊ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ട്. നല്ല നിരനിരായിട്ട് ഇങ്ങനെ ക്യൂ പോലെ ഇഴഞ്ഞിഴഞ്ഞ് പോണേണ് വണ്ടികൾ. ടിക്കറ്റ് കൗണ്ടറില്ലേ, അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ആള് ഇനി അത്രയും നടക്കണം കേട്ടാ. ഇവരെല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയൂ ഗൈസ്, നമുക്ക് ചെറിയൊരു ഫൈൻ കിട്ടി. സൺ റൂഫിൽ കയറിയതിന് നമുക്ക് ഫൈൻ കിട്ടി അല്ലേ. സാധനമൊക്കെ ഡൗൺ ആയിട്ടിരിക്കണത്, ബാക്കിയുള്ള ഗൈസ് ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. ചെറിയൊരു ഫൈൻ കിട്ടി. ചെറിയൊരു ഫൈനല്ല, 250 രൂപ ഫൈൻ മേടിച്ചത്. സൺ റൂഫിൽ കയറാൻ പാടില്ല. അതാണ്, പിള്ളേര് സൺ റൂഫിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയൊരു ഫൈനായി. വണ്ടി പാർക്ക് ചെയ്യുന്ന ഫോൺ കൊണ്ടുപോകില്ല സാനു. എവിടെ നോക്കട്ടെ, സാനു നോക്കട്ടെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല നട്ടുച്ചക്കാണ് എത്തിയിരിക്കുന്നത്. നല്ല ചൂടുള്ള വെയിലായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മളൊരു 10 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണമാണ് ഇത്രയും വൈകി എത്തിയത്. പിന്നെ ഇതേപോലെ കുരങ്ങന്മാരൊക്കെ നിറയെ റൂട്ടിലും കാറിൻ്റെ മേലിലും വയറിൽ തൂങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവര് അവരുടെ സാധനങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇവന്മാർ തട്ടിക്കൊണ്ട് പോകും. തൂങ്ങി പോകുന്നു. പിന്നെ പോകുന്ന വഴി നമുക്ക് ഇതേപോലെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോണ വഴി തന്നെ ഈ കടകളിൽ നോക്കി ഒരു ക്യാപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടാണ്. ചൂട് തന്നെയല്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു ക്യാപ്പ് വാങ്ങാനായിട്ട് ഞാൻ കടയിൽ കയറി. അപ്പോൾ ഈ ഒരു ക്യാപ്പ് എടുത്തോണ്ട് ഈ ക്യാപ്പ് എനിക്ക് ഇഷ്ടമായി. പിന്നെ അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഷോർട്സിലൊക്കെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യണേന്ന് ആ ചേച്ചി കാണിച്ചു തന്നെ കേട്ടോ. കടയിലെ ചേച്ചി കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സാധനം ട്രൈ ചെയ്ത് നോക്കി പറ്റിയില്ല. പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കി, അതിനത് കറക്റ്റായിട്ട് ആ ലെവലിൽ വന്നട്ടോ. അതിനുശേഷം നമ്മൾ എവിടെ പോയാലും വാങ്ങുന്ന ഉപ്പിലിട്ട മാങ്ങ
ഉപ്പിലിട്ട സാധനങ്ങൾ നമ്മൾ എവിടെ പോയാലും വാങ്ങാറുണ്ട്. അപ്പൊ പിള്ളേരെല്ലാരെയും കൂടി അത് വാങ്ങി അത് കഴിച്ചു. അങ്ങനെ നമ്മൾ അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരുന്നാണ്ട്, കാരണം ആരുടെ കയ്യിലും ആരും എത്തിയിട്ടുണ്ടായില്ല. എത്തിയിട്ടുണ്ടാന്ന് പോലും അറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ആരുടെ മൊബൈലിലും റേഞ്ച് ഉണ്ടായിരുന്നില്ല, ഒന്ന് വിളിക്കാനായിട്ടുള്ള റേഞ്ച് ആരുടെ മൊബൈലും ഉണ്ടായില്ല. അപ്പൊ അതിരപ്പള്ളി തന്നെയല്ല, ഇതേപോലെയുള്ള വനമേഖലയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് കയ്യിൽ കരുതുക. ഇവിടേക്കൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഗൂഗിൾ പേ, ഫോൺ പേ അതുപോലെയുള്ള സാധനങ്ങളൊന്നും വർക്ക് ആകില്ല. നമുക്ക് ഒരു സാധനം പോലും കറക്റ്റായിട്ട് വാങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ ചിലവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടായത് കാരണം അവര് വാങ്ങി തന്നു ഓരോ കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിലൊന്നും ഒരു തരി കാശ് ഉണ്ടായില്ല, എല്ലാം ഫോൺ പേയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതേ ടിക്കറ്റ് എടുക്കാൻ കയറിയപ്പോഴാണ് വേറെ രസം. ടിക്കറ്റ് എടുക്കാൻ കയറിയ ഒരു ഗൂഗിൾ പേയും കൊണ്ടാണ് ചെന്നത്. അപ്പൊ അവിടെ ഗൂഗിൾ പേ ഒന്നും വർക്കാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാഷ് ഉള്ളവരാരാണ് അവരെടുക്കട്ടെ എന്ന് പറഞ്ഞ് കയറി. പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു അകത്തോട്ട് കയറാനുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതുപോലെ ബോട്ടിലൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ, അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസിൽ തന്നെ കൊടുക്കണം. പിന്നെ വാട്ടർ ഫില്ലായിട്ടുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റിക്കർ ചെയ്ത് തരും. എന്നിട്ട് ആ ബോട്ടില് വെള്ളം കുടിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം. നേരെ നോക്കി നടന്നില്ല ഞാൻ വെള്ളത്തിൽ വീഴും. എല്ലാരും മല കയറുകയാണ്. കുറച്ച് നടക്കാനുണ്ട്, നമുക്ക് എല്ലാരും നടക്കലാണ്. അപ്പൊ നമ്മൾ ഫൈനലി കുറച്ച് ദൂരം ഇങ്ങോട്ട് എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. നടന്ന് നമ്മള് ആ അതിരപ്പള്ളിയുടെ ടോപ്പ് വ്യൂ നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലണത് ആ ടോപ്പ് ആയിട്ടുള്ള ഭാഗത്താണ്. അതിരപ്പള്ളിയുടെ ടോപ്പ് വ്യൂ അവിടെയാണ് ചെല്ലണത്. ഞങ്ങളൊരു 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് വെള്ളം ഉണ്ടായിരുന്നു, ഇതുപോലെ വെയിലുള്ള ഒരു ഇതിലല്ല, നല്ലൊരു കാലാവസ്ഥയിലാണ് അന്ന് വന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ആ വാട്ടറുള്ള ഭാഗത്തോട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നടന്നില്ലെങ്കിൽ നല്ലോണം സ്ലിപ്പാവും. കാരണം ആ ഒരു പാറപ്പുറം നല്ല സ്ലിപ്പല്ല, ഇങ്ങനെ കുത്തനെയായിരുന്നു. അപ്പൊ ഒന്ന് കറക്റ്റായിട്ട് ഇതാക്കിന്റെ ഗ്രിപ്പ് ഇല്ലാത്ത ഏരിയ കാരണം നമ്മൾ കറക്റ്റായിട്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചൊക്കെ ഇറങ്ങി പോകുക. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് അന്ന് ആ ഒരു പൊരിഞ്ഞ വെയിലത്ത് അങ്ങോട്ട് നടക്കണേ കണ്ടോ. അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം കുറവായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർഫാളിന്റെ വ്യൂ എന്ന് പറയണത്. വളരെ ശക്തി കുറഞ്ഞ രീതിയിലാണ് പോണത്. അത്ര വെള്ളം കുറവായിരുന്നു, നല്ല കുറവായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയാ, കുറേ അധികം സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലിയിൽ ആ വലിയൊരു വാട്ടർഫാളാണ് ഈ കാണുന്നത്. കാരണം അതിൽ കുറെ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്ത് വീണ്ടും കുറെ ഇങ്ങനെ എന്താ വലുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വെയിലത്ത് എന്റെ കൂട്ടൻ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അവിടേക്കും ചെറുതായിട്ട് കണ്ട് പിന്നെ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്ക് താഴത്തോട്ട് പോകാം. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താഴത്ത് ഈ വാട്ടർഫാളിൽ നിന്ന് ആ വെള്ളം വീഴുമല്ലോ, അപ്പൊ ഇതേപോലെ സ്പ്രേ പോലെ എല്ലായിടത്തും സ്പ്രെഡാണ്. താഴത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പൊ അത് വെച്ച് ഞങ്ങൾ പറഞ്ഞ് നമുക്ക് താഴത്തോട്ട് പോകാം, താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെയിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് എല്ലാരും കൂടി താഴത്തോട്ട് ഇറങ്ങി. അപ്പോ അങ്ങാടും കുറെ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ, കുറെ ഇറങ്ങാനുണ്ട്. പിന്നെ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിങ്ങനെ താഴത്തോട്ട് പോവുകയാണ്. കുറെ താഴത്തോട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ, നോക്കി ഇറങ്ങണം. കല്ലൊക്കെ നല്ല സ്ലിപ്പാവും. അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പാത്തല്ല, ഇന്നിങ്ങനെ കല്ലുകളൊക്കെ പൊന്തിയും താന്നും കിടക്കണ ഒരു പാത്താണ്. അപ്പോ താഴെ നോക്കി നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പൊ ഞങ്ങളിങ്ങനെ താഴത്തോട്ട് പോണേ കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. താഴത്തു നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അത്ര
അത്ര വലുതായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല. കാര്യം വെള്ളം വളരെ കുറവാണ്, അതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച പോലെ ആ വെള്ളത്തിന്റെ ഇതിൽ ആ ഒരു തണുപ്പും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ എന്താ കുറ്റിക്കാടുകൾ എന്ന് പറയുന്ന രീതിയിൽ കുറെ ചെടികൾ വളർന്നിരിക്കേണ്ട. അപ്പൊ അതിന്റെ അടിയിൽ നിന്നു. പിന്നെ ഞങ്ങൾ അതിന്റെ അവിടെ ചെന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തുകൂടി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ പാറപ്പുറത്തും ഒക്കെ പോയി നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ പോയി നിന്നിട്ടാ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തില്ലേ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ വെയിലത്ത് അവിടെ പോയിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, തിരക്കായിരുന്നു ആ വശത്തോട്ട് പോകാനായിട്ട്. ഓരോരുത്തരും മാറിയിട്ട് വേണം അടുത്ത ആൾക്ക് കയറാനായിട്ട്. കണ്ടമാനം ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറെ ഫോട്ടോസും എടുത്തു. കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വേർത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? How was the experience? Teacher say how was the experience? Very, very good. Very good. Very, very good. You like it? Yes. Yeah. You like it? Yes. But she is very tired actually. This. He also. She also. She also. Me also very tired guys. He also very. ഒരാളും കൂടി ഉണ്ട്, കാണിക്കണ്ടെന്നാ പറഞ്ഞത്, ക്ഷീണിച്ചിരിക്കണം. നല്ലോണം കയറാനുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്രയും ഇതറിഞ്ഞില്ല, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ നല്ലോണം അറിഞ്ഞ്. രാവിലെ കഴിച്ചതും ഇന്നലെ കഴിച്ചതും എല്ലാം തീർന്നു. അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? വിശക്കണില്ലേ? അയ്യോ അമ്മേ. നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ കാണുന്നില്ല. അതെ, നമ്മളെ വിളിക്കുന്നുണ്ട് കോളേജിന്റെ. സായു ചേട്ടയുടെ വക നമുക്ക് ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു സായു. സ്ട്രോബെറി. ദേ ഇവിടെ ഗൈസ് നിങ്ങളൊരു സ്റ്റിക്കർ കാണുന്നുണ്ടോ? ഇതുപോലെ എല്ലാ കുപ്പിയിലും, പ്ലാസ്റ്റിക് കുപ്പിയിലെല്ലാം ഇതേപോലെ ഒരു സ്റ്റിക്കർ അവർ ഒട്ടിച്ചു തന്നിട്ടുണ്ടാവും. ഇത് തിരിച്ച് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ അല്ലേ? എൻട്രൻസിൻ്റെ അവിടെ. ഈ കുട്ടിയാണ് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തത്. അപ്പൊ എൻട്രൻസിന്റെ അവിടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ തിരിച്ചു കിട്ടുമെന്നാണ് പറയണത്. ഫൈനലി നമ്മൾ എൻ്റെ ഈ സ്റ്റിക്കർ ഉണ്ടാ, ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ നൊട്ടിച്ച് തന്നെ ഉണ്ടാ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ കിട്ടും. അതായത് ഒരു കുപ്പി കൊടുത്താൽ 10 രൂപ, 2 കുപ്പി കൊടുത്താൽ 20 രൂപ. അപ്പം നമുക്ക് ഇത് തിരിച്ചു കൊടുക്കാം. 10 രൂപ തരുമോ നോക്കാം. നമ്മ അങ്ങനെ ഫൈനലി അടിയിലെത്തിയിട്ടുണ്ട്. നല്ല ടയേർഡായി. ഹായ്, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. നമുക്ക് 10 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായി? വെരി വെരി നൈസ്. How is your experience? Very bad. Very bad. രാജു ചേട്ടാ എങ്ങനെയുണ്ടായി? രാജു ചേട്ടാ പൊളിയാണ്. സജീവൻ ചേട്ടാ പൊളി. ഇനി ആരെ നമ്മ കാത്തിക്കും. ഗായ്സ് നമ്മളപ്പോൾ തിരിച്ചു പോകുന്നതിന് നല്ല തിരക്കുണ്ട്. ബ്ലോക്കിലാണ് കണ്ടോ, നല്ല തിരക്കാണ്. അവിടെ ഇവിടെ ബ്ലോക്കായിട്ട് ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ കിട്ടിയത്. കാരണം അത്ര അകലെ കൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പം നമ്മളെല്ലാവരും ക്ഷീണിച്ചത് ഫുഡ് കഴിക്കാൻ സമയം എത്രയെന്നറിയോ? 3:30 കഴിഞ്ഞ്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ എത്ര മണിക്ക്? 9-8 മണിയായി ഫുഡ് കഴിച്ച. പിന്നെ എല്ലാവരുടെ സാധനങ്ങളൊക്കെ കഴിച്ചല്ലേ അല്ലേ? ഉപ്പുമാങ്ങ, ഐസ്ക്രീം,
പൈനാപ്പിൾ, സെവനപ്പ്. മോൻ ഇതെടുക്കാൻ പോയിരുന്നു, എന്ത് വണ്ടി എടുക്കാൻ പോയപ്പോ ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കണേല്ലാന്ന് ഓർത്ത് ഇതൊക്കെ എടുത്ത് കഴിച്ച്. അതെ ഡ്രൈവർമാര്. പിന്നെ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്ന്, ഞങ്ങക്ക് വെയിറ്റിംഗ് ചാർജ് തന്നെ അല്ലേ? ട്രാഫിക് ബ്ലോക്ക് അതന്നെ. ഞങ്ങളവിടെ വെയില് കൊണ്ട് അല്ലേടാ, ഞങ്ങളവിടെ വെയില് കൊണ്ട് നമ്മ ഇവിടെ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ഇടയില് കോള് വന്നു. ഇവൻ എന്തോ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. നീ എന്താ പറഞ്ഞോണ്ടിരുന്ന വെച്ചാ? ഡ്രൈവർമാർക്ക് ഇരിക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതന്നെ ഞങ്ങള് പക്ഷെ ഞങ്ങളവിടെ വീല് കൊണ്ട് അവിടെ നിന്ന് അല്ലേ? കടകളിൽ കയറിയാല് ഞങ്ങളവിടെ ചേച്ചിമാരോടാണ് വാങ്ങിയത്. അവിടെ സൈഡിൽ അപ്പുറത്ത് രണ്ട് ചേച്ചിമാര് ഇരിക്കുന്നുണ്ടായിരുന്നു, അവരോടാ വാങ്ങിയത്. കടയിൽ കയറി അങ്ങനെ വെറുതെ ഇരുത്തൂല, സാധനങ്ങളൊന്നും മേടിക്കാണ്ട് കടയിൽ ഇരുന്നോട്ടെ ചേച്ചി. ആദൂനെ കയറ്റിയിരുത്തി, ആദൂന് പനിയാണ്. അപ്പൊ ആദൂനെ കയറ്റിയിരുത്തി. അത് പാലൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇനി നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടല് നോക്കണേണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാം. അപ്പൊ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പൊ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പുള്ളത് കാരണം നമ്മളെല്ലാരും വേഗം തിന്ന് കഴിഞ്ഞു. അവിടുത്തെ ആ ചേട്ടനോട്, റിസപ്ഷനിലെ ചേട്ടനോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ പറ്റിയ ഒരു കടവുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാരും പിന്നെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് പിള്ളേർക്കായാലും നല്ല സെക്യൂർഡ് ആയിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അത്ര ആഴം, പിന്നെ വെള്ളവും ഇല്ല, അത് കാരണം അത്ര ആഴവും ഇല്ലാത്ത ഏരിയ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പൂള് പോലെ ചിലയിടത്ത് ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ചെന്ന് കുളിച്ച് അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണാനായാലും ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ പിള്ളേരെല്ലാരും പിന്നെ അത് കണ്ടപാടി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. ഞാനും കുറെ നേരമൊക്കെ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കേണ്ട കാരണം നനയാണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് എന്നെയും അവര് നനച്ചു. ഹലോ അപ്പൊ നമ്മൾ അതിരപ്പള്ളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. എല്ലാവരും വെള്ളത്തിലൊക്കെ കുളിച്ച് പുഴയിലേക്ക് ഇറങ്ങി എല്ലാരും സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി എല്ലാരും കിടന്നുറങ്ങും അല്ലേ? ഉറങ്ങൂലേ? അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.